കാക്കുന്ന പോരോരെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. തൊട്ടോരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം, നീ തന്നെ നൽകണം. എന്നും ഇനങ്ങളെ കാക്കുന്ന പോരോരെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. പോരൂലേ നീ പോരൂലേ പൊന്നും മിന്നും ചേലോടെ ചാർത്തി നീ പോരൂലേ നീ പോരൂലേ. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം. നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന് കല്യാണം. നമ്മുടെ കുടുംബത്തിലെ ഇന്ന് പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ജോഷുവയെയും ബ്ലെസ്സിയെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ രണ്ട് കുടുംബത്തിന്റെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പുറത്തായിരിക്കുന്നവർ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നും ഒരുമിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും നിലനിൽക്കും. എത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ്. നമുക്കത് ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് ജോഷുവയെയും ജോഷുവിന്റെ കുടുംബത്തെയും ബ്ലെസ്സിയെയും ബ്ലെസ്സിയുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ സ്നേഹത്തോട് പങ്കുചേരാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേകമായി കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ മക്കളെ ജോഷുവയെയും ബ്ലെസ്സിയെയും അങ്ങ് വിവാഹാന്തസ്സിലേക്ക് ഉയർത്തുകയാണല്ലോ. ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാരണത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്മരിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഈ ഭവനത്തിനും പ്രത്യേകമായി മക്കൾക്കും ലഭിക്കുവാനിടയാകട്ടെ. നാളത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ അങ്ങയുടെ സന്നിധി വ്യാപരിക്കുവാൻ അങ്ങയുടെ ദാസരെ അനുഗ്രഹിക്കണമേ. അതുവഴി കാണാതെ ഭവനം പോലെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലും പ്രകടമാക്കുവാനിടയാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
നമുക്ക് സങ്കീർത്തനം വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ നിങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിന്റെ ദാസരായ അബ്രാഹത്തിന്റെ സന്തതികളെ, തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ മക്കളെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവനും ബാധകമാകുന്നു. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയും ഇസ്ഹാക്കിനോട് ചെയ്ത ശപഥവും അവിടുന്ന് മറന്നുപോയിട്ടില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുവാനും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാ ജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ സുവിശേഷം പൂർണ്ണിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 5 22 മുതലുള്ള തിരുവചനങ്ങൾ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവൾ കളങ്കരഹിതവും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൾ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഈശോമിശിഹായില് സ്നേഹം നിറഞ്ഞ ജോഷുവയുടെ മാതാപിതാക്കള് ജോൺ സിസിലി, സ്നേഹം നിറഞ്ഞ ബ്ലെസ്സിയുടെ മാതാപിതാക്കളായ ഷാർലറ്റ്, ഷീജ, ഇവരുടെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളിവരെ പ്രാർത്ഥിച്ച് ഒരുക്കി പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഈ ഭവനത്തിലായിരിക്കുകയാണ്. പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും, നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തും. ഇന്നത്തെ വായനയില് ഭാര്യയോടും ഭർത്താവിനോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്.
ശ്രദ്ധിച്ചിരുന്ന ചോദ്യം എപ്പോൾ വരാൻ ജോഷുവ ബെസി. കാരണം എനിക്ക് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഭാര്യയോട് എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെസിയുടെ ചോദ്യം ഭാര്യയോട് എന്തോ ആയിരിക്കണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു. അപ്പൊ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ, കാരണം നിങ്ങള് ജീവിതത്തിൽ അത് ആണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തായിരിക്കാനാണ് പറഞ്ഞത്? പൗലോസ്ലീഹ ഒരു കാര്യം ഇന്ന് വായനയിൽ പറഞ്ഞു, നിങ്ങളായിരിക്കണം. എന്തോ പറഞ്ഞു. ഇത് കേട്ടാലേ കാര്യമുള്ളൂ, കാരണം ഇത് കേട്ടിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേട്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് പുറത്തിരിക്കുന്നവർക്കും ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നുണ്ട് എന്നതാണോ എന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാര്യത്തില പറഞ്ഞു തരുന്നുണ്ട്. അപ്പന്മാര് നിങ്ങളുടെ മുതിർന്നവർ പറഞ്ഞു തരുന്നുണ്ട്, കേൾക്കണേ. മുതിർന്നവർ പറഞ്ഞു തരുന്നത് കേട്ടാണ്. ഞാനിപ്പോ പറയുന്നത് കേട്ടില്ല, ഇവരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഒന്ന് വിധേയനായിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ പറയുകയാണ് എപ്പോഴും ഭാര്യ വിധേയായിരിക്കണം. അതിന്റെ അർത്ഥം എന്നാ? അടിമപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ചെറുപ്പത്തിൽ അടിമപ്പെട്ടിരിക്കുക എന്നുള്ളത്, അടിമപ്പെടുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ക്രിസ്തു എപ്രകാരം സഭയെ സ്നേഹിച്ചപ്പോൾ സഭ എപ്രകാരം ക്രിസ്തുവിന് വിധേയപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ഭാര്യ എപ്പോഴും ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കണം. അങ്ങനെയാണോ? ചേച്ചിയോടാ ചോദിക്കും, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ചേച്ചിയോട് ചിലപ്പോഴൊക്കെ ചേച്ചി പറയുന്നത് ചിലപ്പോഴൊക്കെ വിധേയപ്പെടുത്തില്ല. സാരമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വിധേയപ്പെടാതിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം വിധേയപ്പെട്ടിട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ പോയേക്കാം ഭർത്താവിനെ സമയത്ത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തത് ഞാൻ അതുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഭാര്യയോടുള്ള ചോദ്യം അവിടെ അങ്ങ് അവസാനിപ്പിക്കുക. ഈ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട്. എന്നാന്നറിയാമോ? സഭ ക്രിസ്തുവിന് വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തു സഭയുടെ രക്ഷകനായിട്ട് മാറി, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവിനെ വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചിലർക്ക് ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചില കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വിധേയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എന്താ? ഭർത്താവ് എന്ത് ചെയ്യും? രക്ഷകനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. വിധേയപ്പെട്ടില്ലെങ്കിലോ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം അത്രേ ഉള്ളൂ, ഒന്ന് വിധേയപ്പെട്ടിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ പ്രസംഗത്തിലേക്ക് വരുന്ന അച്ഛന്മാരൊക്കെ പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം ഭർത്താവിനോടുള്ളതാണ് ചോദ്യം. ഭർത്താവ് എന്ത് ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ജോഷുവയുടെ ചോദ്യം. ജോഷുവല്ല, വേറെ ആരോട് ചോദിച്ചപോലെ ജോഷിയായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരണ്ടായിരുന്നു. അതാണ് ജോഷു എന്താണ് പൗലോസ്ലീഹ പറഞ്ഞത്? എന്തോ പറഞ്ഞു പൗലോസ്ലീഹ? ശിരസാണ്. അത് ശരിയാണ്, ശിരസൊക്കെയാണ്. ശിരസായിട്ട് ഇരുന്നാൽ മാത്രം പറഞ്ഞു. എന്ത് ചെയ്യണം? സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. എപ്രകാരമാണ് മിശിഹ സഭയെ സ്നേഹിച്ചത് അതറിയാവോ? നോക്കട്ടെ, എപ്രകാരമാണ് മിശിഹ സഭയെ സ്നേഹിച്ചത്? ആ കുരിശിലോട്ട് നോക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് തന്നെ. തന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് ജീവിച്ചതുപോലെ സഭയെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ജീവിതം ബലിയായി സമർപ്പിച്ചതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കണം. അപ്പോൾ സ്നേഹം വേണം, സമർപ്പണം വേണം, പിന്നെ പരിപാലിക്കണം. ഈ മൂന്ന് കാര്യം എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. ഒന്ന് സ്നേഹിക്കണം, രണ്ട് തന്നെ സമർപ്പിക്കണം, മൂന്ന് പരിപാലിക്കണം. ഈ മൂന്ന് കാര്യം നടക്കണമെങ്കിൽ വേറൊരു കാര്യം നടക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതെന്നാണ് ഒന്ന് സ്നേഹിക്കണമെങ്കിൽ, അതുപോലെ തന്നെ പരിപാലിക്കാൻ സാധ്യമാകണമെങ്കിൽ, തന്നെ സമർപ്പിക്കാൻ പറ്റണമെങ്കിൽ ഒരു കാര്യം നടക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെന്തായിരിക്കും? കാരണവർക്ക് പറഞ്ഞു കൊടുക്കുക. അതെന്തായിരിക്കും? അല്ലല്ലോ, സ്നേഹിക്കാനും സമർപ്പിക്കാനും പരിപാലിക്കാനും സാധിക്കുന്നത് എപ്പോഴാണ് എന്ന് പൗലോസ്ലീഹ പിന്നീട് പറയുന്നത്. അതെന്തായിരിക്കും? പുറത്തുള്ളവർ അപ്പഴിക്കാൻ തുടങ്ങിയോ? എന്തായിരിക്കും? അതൊരു ആലോചിച്ച് നോക്കുക. അത് മറ്റൊന്നുമല്ല. എന്താണ്? വചനത്താൽ നിറയണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, വചനത്താൽ നിറയണം. നീ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ വചനത്താൽ നിറയണം. അത് നടന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുകയുള്ളൂ. വചനത്താൽ നിറയണമെങ്കിൽ വചനം വായിക്കണം, വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കണം. ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുമായിട്ട് പറയാനുള്ളൂ. എത്ര തിരക്കാണേലും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ഭക്ഷിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ജീവിതത്തിന്റെ സന്തോഷവും ജീവിതത്തിന്റെ ദുഃഖവും പങ്കുവെച്ച് മുന്നോട്ട് പോകണം. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ജോഷുവായിക്കും, ബ്ലസ്സിക്കും,
നാളത്തെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെയുണ്ട്. ആ പ്രാർത്ഥനകൾ കൈമുതലാക്കി നിങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരാം. വിവാഹാന്തത്തിൽ പ്രവേശിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നാളത്തെ വിവാഹകർമ്മങ്ങൾ ദൈവാനുഗ്രഹമാക്കുവാനും വിവാഹത്തിൽ ഒരുങ്ങുന്ന വധുവിനെയും വരനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ സ്നേഹത്തിന്റെ സമൃദ്ധിയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്ന് നിലനിൽക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമയം സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും വരെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ ജീവിതം നയിച്ച് ദൈവകൽപ്പനകളും സ്ഥിതിസഭയുടെ കൽപ്പനകളും പാലിച്ച് യഥാർത്ഥമായ സഭാജീവിതം നയിക്കുവാൻ ഇവർക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബം പോലെ നാളെ കുടുംബജീവിതം ആരംഭിക്കുന്നവരുടെ പുതിയ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ എന്നും നിന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രീതികരമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അങ്ങയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായ ജീവിതം വഴി അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അനുദിനം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നൽകി പരിപാലിക്കുന്നവനായ കർത്താവേ, സന്തോഷകരമായ കുടുംബജീവിതം വഴി ഞങ്ങളുടെ ഈ ദാസർ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ഇവരുടെ ജീവിതം അങ്ങ് സന്തോഷമാക്കുന്നുവെന്നും തന്റെ അടയാളം വഴി ഞങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ മധുരപലഹാരത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഇതിന്റെ മധുരം പോലെ ഇവരുടെ കുടുംബജീവിതം മധുരതരമാക്കുവാൻ അങ്ങ് തന്നെ ഇവരുടെ കൂടെ വസിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നല്ല സ്നേഹജീവിതം നയിക്കുവാൻ ഇവരെ യോഗ്യരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മധുരപലഹാരം ആശീർവദിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ സുന്ദരമായ സായാഹ്നത്തിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു മനോഹര നിമിഷത്തിൽ സാക്ഷികളാകാൻ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് ജോഷുവയുടെ ജീവിതത്തിലെ ഒരു അതീവ സ്നേഹം നിറഞ്ഞ ചടങ്ങാണ്, മധുരവെപ്പ്. ഇപ്പോൾ ഈ മനോഹര നിമിഷം കൂടുതൽ സുന്ദരമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട വരനെ മണവാളൻ ജോഷുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചാലോ? നിറഞ്ഞ കയ്യടികൾ സ്വാഗതം ചെയ്യാം. ജോഷുവ മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മന്ദര കുങ്കുമണിഞ്ഞൊരുങ്ങ്, മിന്നി നിൽക്കൂ വിളക്കായി നീ, പൂത്തു നിൽക്കൂ പൂനിലാവായി, പ്രണയരാഗില മലരേ, പ്രണയപരാഗില മലരേ. ആഘോഷിക്കാനായി പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി ജോഷുവയുടെ പാരന്റ്സ് കുഞ്ഞുമോൻ പാപ്പനും ഷൂബി ആന്റിയും അതുപോലെ തന്നെ ബ്രദർ ജോബിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കളമൊഴി കാകളി മൊഴിഞ്ഞുണര്, കൈവള കാതിലയണിഞ്ഞൊരുങ്ങ്, പൂവളാളൻ വരവായി, പൂവ് ചൂടാൻ നാണമാണു, പ്രണയരാഗില മലരേ, പ്രണയപരാഗില മലരേ.
അണിഞ്ഞൊരുങ്ങ് മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ്